ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധാദിനം ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം ഈ ആരാധനയിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. സർവ്വലോകാധിപ നമസ്കാരം. സകല സൃഷ്ടികർത്താ നമസ്കാരം. ഹരകടൽ ജീവൻ പാനവും സൃഷ്ടിച്ച ദയാപരപിതാവേ നമസ്കാരം. ഹരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയാപരപിതാവേ നമസ്കാരം. ദൈവമേ, അങ്ങൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ അങ്ങയെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പിതാവായ ദൈവമേ, അങ്ങയുടെ മഹത്വത്താൽ ആഹാരവും ജലവും നൽകി പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും ആകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവനെ സൃഷ്ടിക്കുകയും ചെയ്ത ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിലെ 273 ഗീതത്തിൻ്റെ ഏതാനും ചരണങ്ങൾ ചേർന്ന് ആലപിക്കാം. ഗീതം 273. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പുന്നീടയാനന്ദം വന്ദനമേ. ദേവാ പുന്നീടയാനന്ദം വന്ദനമേ. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. മന്നീ
നിന്റടിയൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു. ദേവാ വന്ദനം ചെയ്യും തിരുനാമത്തിനു. ആരാധനക്രമം പേജ് നമ്പർ 7. 5-ാമത്തെ സ്തുതിധ്യാനി. സഭയ്ക്ക് വാക്യപ്രതിവാക്യമായി പ്രാർത്ഥിക്കാം. 7-ാം പുറത്തിലെ 5-ാമത്തെ സ്തുതിധ്യാനി. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിൽ ഉണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യാജീവനും ആകുന്നു. ആമീൻ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവാഭവനവും സ്വർഗാവാതിലും ഉണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമന്തങ്ങളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം പാപം ഏറ്റുപറയുക. സർവശക്തനും മഹാകാരുണ്യവാനുമായ സ്വർഗസ്ഥ സ്നേഹപിതാവേ, യേശുവേ, ഇനിയുള്ള അല്പസമയം ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ഓരോരുത്തരും ശോധന ചെയ്യുന്നു. പ്രത്യേകമായി കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ ജീവിതം ഞങ്ങൾ പരിശോധിക്കുന്നു. പലപ്പോഴും അപ്പോസ്തലൻ പറയുന്നത് പോലെ ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ ആഗ്രഹിക്കാത്ത തിന്മയാണ് ജീവിതങ്ങളിലൂടെ ഞങ്ങൾ ചെയ്തു വരുന്നത്. കർത്താവേ, അവിടുത്തെ തിരുവിഷ്ടപ്രകാരം ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങൾ പാപം ചെയ്യുന്നു. ഏതൊരു പാപവും ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഞങ്ങൾ അകറ്റുന്ന ഘടകങ്ങളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ദൈനംദിന ജീവിതം നമുക്ക് പരിശോധിക്കാം. വന്നുപോയ സകലവിധമായിരിക്കുന്ന പാപങ്ങളും ഓർത്ത് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ദൈവത്തോട് മാപ്പും പ്രതിയും അപേക്ഷിക്കാം.
നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ആരാധനക്രമം പേജ് നമ്പർ 9. ആദ്യത്തെ അനുതാപ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടികളെ പോലെ അങ്ങയുടെ വഴിയിൽ നിന്ന് തെറ്റിച്ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടുകൂടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാര നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങളങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനവും മാപ്പും ജീവിതം പുതുക്കൽ അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ആരാധനക്രമം പേജ് നമ്പർ 14. ആദ്യത്തെ പൊതുവായ സ്തോത്ര പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ ഏകദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനുമേലായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ലോകത്ത് വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളതായി തീരേണ്ടതിനും അങ്ങേ സേവിക്ക് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സങ്കീർത്തനം 19 ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 19.
ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലാടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെപ്പോലെ തന്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിന് ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുത്. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കുന്നു. എന്റെ പാറയും എന്റെ വീടിന്റെ പൂരമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിലെപ്പോഴേക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. വിശുദ്ധ സുവിശേഷം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിന്റെ അക്കരെ പോവുക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്ന്, നാഥാ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റു കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ക്രിസ്തുവിന്റെ സുവിശേഷമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആരാധനക്രമം പേജ് നമ്പർ 22. അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പതിയോസ് പീലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും
നിത്യാജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളേറ്റധികമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനും മഹാപരിശുദ്ധനുമായ സ്വർഗസ്ഥ സ്നേഹപിതാവേ, യേശുവേ, ഈ വിശുദ്ധാദിനം ദക്ഷിണേന്ത്യാ സഭ പരിസ്ഥിതി ഞായറാഴ്ചയായി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണല്ലോ. കർത്താവേ, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ അവയെ പരിപാലിക്കുവാനും പരിപോഷിപ്പിക്കുവാനും കരുതുവാനുമായി ദൈവം മനുഷ്യരെയാണ് ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ നിറവേറ്റുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. സ്നേഹവനായ ദൈവമേ, പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ടുള്ള എല്ലാ കൃപകളും അവിടുന്ന് പകരണമേ എന്ന് ഇത്തരുണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയുടെ നാശമെന്നാൽ അത് മനുഷ്യവംശത്തിൻ്റെ നാശമാണ് എന്ന് മനസ്സിലാക്കി കർത്താവേ, ഭൂമിയെയും ഭൂമിയിലുള്ളവയെയും കരുതുവാനും സ്നേഹിക്കുവാനും പോഷിപ്പിക്കുവാനുമായിട്ട് മനുഷ്യരെല്ലാവരെയും അവിടുന്ന് ഉത്സാഹമുള്ളവരാക്കി മാറ്റണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ലോകമാസകലമുള്ള സകല മനുഷ്യർക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 ആയിരിക്കുന്ന കെടുതികളിൽ നിന്നും ലോകത്തെ അവിടുന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കോവിഡ്-19 ബന്ധപ്പെട്ട് ദൈവമേ ചികിത്സകളിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ക്വാറന്റൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ആശ്വാസദായകനായി സൗഖ്യദായകനായി അവിടുന്ന് അവരോടുകൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹാമാരി ഞങ്ങളെ വിട്ട് കടന്നു പോകുവാൻ ദൈവം മനസ്സലിയണമേ എന്ന് ഞങ്ങൾ തിരുണത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആഗോള സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആഗോള സഭയ്ക്ക് നേതൃത്വം വഹിക്കുന്ന മാർപ്പാപ്പ, കർദിനാളന്മാർ, അഭിവന്യ പിതാക്കന്മാർ, തിരുമേനിമാർ തുടങ്ങി എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വേല അക്ഷീണമായി ചെയ്യുവാനായിട്ടുള്ള എല്ലാ കൃപകളും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൃഷ്ടികലാമഹായിടവയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൃഷ്ടികലാമഹായിടവയ്ക്ക് നേതൃത്വം വഹിക്കുന്ന അഭിവന്യാർ സാലം തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റു പലവിധമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളെയും കർത്താവെ അവിടുത്തെ വഴികളിലൂടെ നയിക്കുന്ന വലിയ ദയയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടി ദൈവമായ കർത്താവെ അവിടുന്ന് ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിലായിരുന്നു കൊണ്ട് ദൈവവേലയിലായിരിക്കുന്ന എല്ലാ പുരോഹിതർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. സന്യസ്തരായിരിക്കുന്ന പ്രിയ സഹോദരിമാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്യനാടുകളിലും വിദേശ രാജ്യങ്ങളിലുമായി സേവനം ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മിഷണറിമാരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായിട്ട് ഓരോരുത്തരെയും കർത്താവ് തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ദേശവാസകലമുള്ള എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓൺലൈൻ വിദ്യാഭ്യാസം ചെയ്യുന്ന പ്രിയ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ പലവിധ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന കുട്ടികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊഴിലുകൾ അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്ഥിര വരുമാന മാർഗങ്ങൾക്കായിട്ട് ദൈവമേ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനങ്ങൾ അവിടുന്ന് ഫലമണിയിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ,
ഞങ്ങളുടെ ഇടയിൽ നിന്നും ഡോക്ടർമാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രിയപ്പെട്ട ഡോക്ടർ ബീന വിപിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ ജിഷോവി മാനുവലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ പിന്തുടർന്ന് അനേകം മക്കള് ദൈവമേ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് കർത്താവെ ഡോക്ടർമാരായി തീരുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇടവ കുടുംബത്തിന് നേതൃത്വം വഹിക്കുന്ന ഇടവ കമ്മിറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഇടവക സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ക്രിസ്പൻ സാർ അവറുകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അക്കൗണ്ടന്റായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി വിനിത ഡീക്കനസിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മറ്റുള്ള ഡീക്കന്മാരെയും ഡീക്കനസുമാരെയും കർത്താവ് തന്റെ വേലയ്ക്കായി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന വലിയതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഇപ്രകാരം ഓൺലൈൻ ആരാധന ക്രമീകരിക്കുന്ന യുവഡീക്കൻ പ്രിയപ്പെട്ട അനിലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സഹായിക്കുന്ന മറ്റു പ്രിയ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വിദേശ രാജ്യത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് ദൈവമേ, ഫ്രാൻസിലായിരിക്കുന്ന പ്രിയപ്പെട്ട അലക്സ് ജോസിനായിട്ട് പ്രാർത്ഥിക്കുന്നു. MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ജെറോവി വാനുവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിയോളജിയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന പ്രിയപ്പെട്ട റവറൻ സുനിൽ അച്ഛനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പമുള്ള പ്രിയ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. നല്ല വിദ്യാഭ്യാസത്തിൽ അവിടുന്ന് മുന്നോട്ട് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, തക്കതായിട്ടുള്ള ആ സമയത്ത് തങ്ങളുടെ കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിച്ച് കർത്താവെ സ്വദേശത്ത് എത്തിച്ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഉപജീവനാർത്ഥം വിദേശ രാജ്യത്തുള്ള പ്രിയപ്പെട്ട ശ്രീ വിപിനും കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീ അഖിൽ ക്രിസ്തും കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഫ്രാങ്ക്ലിൻ ജോൺ അവറുകൾക്കും കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീ ജോൺ നാങ്കോട്ടുകോണം അവറുകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീ ക്രിസ്പസ് കോട്ടമുള്ള അവറുകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ അരുൺ അംബേദ്കർ നഗർ അവറുകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീ ചെല്ലൻ ഇടവനക്കോണം അവറുകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്രകാരം ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആവശ്യമായിരിക്കുന്ന എല്ലാവിധ സംരക്ഷണങ്ങളും ദൈവം നൽകണമേ. അവിടെ ഉപജീവന മാർഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആർമിയിൽ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീ തങ്കച്ചൻ അവറുകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജ്യ സുരക്ഷയിലായിരിക്കുന്ന എല്ലാ ജവാന്മാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആഭ്യന്തര സുരക്ഷയെ ഉറപ്പാക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ എന്നുള്ള രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. COVID-19 ഈ മഹാമാരികൾക്കിടയിലും സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളും വിഷമങ്ങളുമില്ലാതെ തങ്ങളുടെ ഭരണത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം സഹായിക്കുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. താഴേത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പ്രയോജനകരമായി ഓരോ ഭരണകൂടങ്ങളെയും അവിടുന്ന് മാറ്റുമാറാകണമേ എന്ന് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇടവ കുടുംബത്തിലെ ഗർഭിണികളായിരിക്കുന്ന പ്രിയ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഷീന പുല്ലാനിവിള, ആൻസിയസ് രാജ് കോട്ടുംവിള, ജിൻസി കോട്ടുംവിള, അഞ്ചു കടലവിള, അനഘ ശാസ്ത്രവട്ടം, രമ്യ അംബേദ്കർ നഗർ, അക്ഷയ കടലവിള എന്നീ പ്രിയ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടി ഈ നാളുകളിൽ പ്രിയ മക്കളെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. തക്കതായിട്ടുള്ള സമയത്ത് കർത്താവെ, സുഖകരമായിട്ടുള്ള വിടുതലും ആരോഗ്യമുള്ള പൈതങ്ങളെയും കർത്താവെ അവിടുന്ന് ദാനമായി നൽകുമാറാകണമേ എന്ന് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇടവ കുടുംബത്തിലെ രോഗികളായിരിക്കുന്ന ദൈവമേ, പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രിയപ്പെട്ട മാതാവ് ശ്രീമതി ലീലാജീൻ കോട്ടുംവിള, ശ്രീ സ്റ്റീഫൻ SS ഭവൻ, ശ്രീ പൊന്നൂസ് റോസ് ഹൗസ്, ശ്രീമതി കമലമ്മ റോസ് ഹൗസ്,
ശ്രീ സ്റ്റുവേർട്ട് ക്രൈസ്റ്റ് ഹൗസ്, ശ്രീ രത്നാരാജ്, ശ്രീമതി ഹെപ്സിബായ് ബി ഭവൻ, ശ്രീമതി ചെല്ലമ്മ നങ്കോട്ടുകുണം, ശ്രീമതി നേശമ കുന്നുവിള, ശ്രീമതി സെൽവി പുല്ലാനിവിള, ശ്രീമതി ദാസമ ഡിഗ്നസ് ലാൽ ഭവൻ, ശ്രീമതി ദാസമ ചെരുമല, ശ്രീമതി ബ്രിജിത്ത് ഐഡ നാങ്കോട്ടുകുണം, ശ്രീമതി ശോഭന കൃപാസദനം എന്നീ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ആരോഗ്യവും സൗഖ്യവും ദൈവം നൽകണമേ. അവിടുന്ന് കാത്തുപരിപാലിക്കുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന ദൈവമായ സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തോടും സൗഖ്യത്തോടും ദീർഘായുസ്സോടും കൂടി കർത്താവേ, അവിടുന്ന് ഓരോരുത്തരെയും കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ പലവിധമായിരിക്കുന്ന ശാരീരികമായിട്ടുള്ള ബലഹീനതകളും രോഗങ്ങളും കാരണം കർത്താവെ, പലവിധമായിരിക്കുന്ന ചികിത്സകളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെ അവിടുന്ന് വാഴ്ത്തി ആശീർവദിച്ച് നൽകണമേ. ദിവ്യമായിട്ടുള്ള ഔഷധങ്ങളായിട്ട് അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സഹായങ്ങൾ ദൈവമേ, കുടുംബമായി, ഇടവകയായി, സംഘടനകളായി കർത്താവ് ദൈവമേ, അർഹതയുള്ളവർക്ക് ദൈവം എത്തിച്ചുകൊണ്ടിരിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ നാളുകളിൽ ഒന്നിനും ഒരു കുറവില്ലാതെ ആഹാരം, വസ്ത്രം, മരുന്ന് തുടങ്ങിയ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ദൈവമേ അവിടുന്ന് ഓരോ കുടുംബത്തെയും കാത്തുപരിപാലിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കൊറോണ വൈറസിന്റെ വ്യാപനത്തെ അവിടുന്ന് കർത്താവെ നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. COVID-19 ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ നിന്നും കർത്തസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിന് എടുക്കപ്പെട്ട എല്ലാ പുരോഹിതന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സന്യസ്തരായിരിക്കുന്ന പ്രിയ സഹോദരിമാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേർപാടിന്റെ നൊമ്പരങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി ജീവിപ്പാനായിട്ടുള്ള കൃപകൾ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ആരാധന വലിയൊരു അനുഗ്രഹമായി അവിടുന്ന് മാറ്റിയതിനായി സ്തോത്രം. ഇടവക കുടുംബത്തിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ആരാധന വീക്ഷിക്കുന്ന ദൈവമേ, എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപ അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. മാനവും മഹത്വവും പിതാവേ അവിടുന്ന് സ്വീകരിക്കണമേ. പ്രാർത്ഥനയെടുത്തതിനായി സ്തോത്രം. സകലവും യേശുമിശിഹായുടെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെടുത്താൽ ഉപയോഗിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമീൻ. വചന ശുശ്രൂഷയുടെ മുന്നൊരുക്കമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തെയും ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഈ സമയം ഞങ്ങൾ സംസാരിക്കുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ വളർത്തുന്നതിനും ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനും ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമീൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പെന്തക്കോസ്തിന് ശേഷം മൂന്നാമത് ഞായറാഴ്ചയായിരിക്കുന്ന ഈ വിശുദ്ധ ദിനം ദക്ഷിണേന്ത്യാ സഭ പരിസ്ഥിതി ഞായറാഴ്ചയായി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. ഈ പരിസ്ഥിതി ഞായറാഴ്ചയായിരിക്കുന്ന
ഈ വിശുദ്ധാ ദിനം അല്പനേരം ചിന്തിക്കാധാരമായി ദക്ഷിണേന്ത്യാ സഭ നൽകിയിരിക്കുന്ന വിഷയം സൃഷ്ടി ദൈവമഹത്വം പ്രഘോഷിക്കുന്നു എന്നുള്ള വിഷയമാണ്. ക്രിയേഷൻ പ്രൊക്ലെയിംസ് ഗ്ലോറി ഓഫ് ഗാഡ്. സൃഷ്ടി ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നല്ലതുപോലെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ദൈവമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവികമായിരിക്കുന്ന ഒരു കരുതൽ ഈ സൃഷ്ടികർമ്മത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 19-ാം സങ്കീർത്തനം അതിൻ്റെ 1 ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദാവീദ് ഒരു യുവാവായിരിക്കുമ്പോൾ ആടുകളെ മേയിച്ചു നടന്നിരുന്ന സമയമായിരുന്നു അത്. ദാവീദ് ആടുകളെ മേയിക്കുന്നതിന് ഒപ്പം പ്രകൃതിയെ സൂക്ഷ്മമായി അദ്ദേഹം നിരീക്ഷിക്കുമായിരുന്നു, നോക്കി കാണുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം, വലിപ്പം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം മനസ്സിലാക്കുവാൻ ആകാശത്തിലേക്ക് നോക്കുവാനായിട്ട് ദാവീദ് പറയുന്നുണ്ട്. ഒരു പകൽ തീരുമ്പോൾ അടുത്ത പകൽ ഭൂമിയുടെ മറുവശത്ത് ആരംഭിക്കുകയായി. എന്നാൽ പ്രകൃതിയിൽ മനുഷ്യര് നടത്തുന്ന തന്നിഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയൊരു വെല്ലുവിളി, ഭീഷണി നേരിടുകയാണ്. വികസനത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും നശിപ്പിക്കുന്നത്. അങ്ങനെയാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വരൾച്ചയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലിനുമൊക്കെ കാരണമായി തീരുന്നത്. മറ്റ് 2 ആശയങ്ങൾ കൂടി അല്പമായ രീതിയിൽ പങ്കുവയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. ആദ്യമായി, പ്രകൃതി സംരക്ഷണം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രകൃതി സംരക്ഷണം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നോഹ ദൈവത്തോടു കൂടെ നടന്നു. ശേം, ഹാം, യാഫത്ത് എന്നീ 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. നോഹ ദൈവത്തോടു കൂടെ നടന്ന ഒരു മനുഷ്യനാണ്. നോഹ 3 പുത്രന്മാരുടെ പിതാവായിരുന്നു. എന്നാൽ ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ച് പെരുകിയപ്പോൾ ഭൂതലത്തെ മുഴുവനുമായി നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. എന്നാൽ ഈ ദൈവികമായ ന്യായവിധിയിൽ നിന്നും നോഹയെയും കുടുംബത്തെയും വിടുവിക്കുവാൻ ദൈവം തിരുമനസ്സായി. കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ
നോഹ നിഷ്കളങ്കനും നീതിമാനും ആയിരുന്നു. ഭൂമിയിൽ അതിക്രമം പെരുകിയപ്പോൾ എല്ലാറ്റിനെയും നശിപ്പിക്കുമെന്ന് ദൈവം നോഹയോട് പറയുന്നു. അങ്ങനെയാണ് ജലപ്രളയം ഉണ്ടാകുന്നത്. ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയെയും കുടുംബത്തെയും ദൈവം പ്രളയത്തിൽ അകപ്പെടാതെ രക്ഷിക്കുന്നു. നോഹയിലൂടെ എല്ലാ ജീവജാലങ്ങളെയും ദൈവം അവയുടെ രക്ഷയും ഉറപ്പാക്കുകയും ചെയ്യുന്നു. പ്രളയത്തിന് ശേഷം നോഹയും കുടുംബവും യഹോവയുടെ കൽപ്പനപ്രകാരം പെട്ടകത്തിൽ നിന്നും ഇറങ്ങി. ഉടനെ തന്നെ എല്ലാ മൃഗങ്ങളെയും പറവകളെയും ഇഴജാതിക്കളും പെട്ടകത്തിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു. തുടർന്ന് നോഹ ദൈവത്തെ യാഗാർപ്പണത്തിലൂടെ പ്രസാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേ തുടർന്ന് ദൈവം നോഹയോട് പറയുന്നുണ്ട്, ഇനി നശീകരണം ചെയ്യുകയില്ല എന്ന്. അങ്ങനെ പ്രകൃതി സമ്പുഷ്ടമായി വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോയതും ഇല്ല. നോഹയുടെ ദൈവത്തോടുള്ള വിശ്വസ്തതയും അനുസരണയുടെയും ഫലമായിരുന്നു ഇത്. ഇത്തരത്തിലുള്ള വിശ്വസ്തതയും അനുസരണവും പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്നതിന് സഹായകമായി തീരുകയാണ് ചെയ്തത്. നാം ദൈവത്തോടുള്ള വിശ്വസ്തതയിലും അനുസരണയിലും ജീവിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുവാനായിട്ടുള്ള ദൈവികമായിരിക്കുന്ന കൽപ്പന നാമും പാലിക്കുക തന്നെ ചെയ്യണം. രണ്ടാമത്തെ ആശയം, പ്രകൃതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രകൃതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ലോകത്തുള്ള മനുഷ്യര് ശാരീരികമായിരിക്കുന്ന ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം പ്രകൃതിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ദൈവികമായിരിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് മത്തായി ശ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 28 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നതും ഇല്ല. വളരെ മനോഹരമായ ഒരു പൂവാണ് താമര. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നതുമില്ല. എന്നാൽ അതിൻ്റെ ഭംഗി ശലോമോന് പോലും ഇല്ലെന്ന് കർത്താവ് പറയുന്നു. ഒരു ദിവസം കൊണ്ട് കണ്ണിന് കുളിർമയേകുന്ന എത്രയോ ഇനം പൂക്കളെ നാം കാണുന്നു. മനുഷ്യരുടെ സഹായം കൂടാതെ തന്നെ അവ പുഷ്പിക്കുന്നു. കാരണം പ്രകൃതിയെ ഒരുക്കുന്നത് ദൈവമാണ്. പർവ്വജാതികൾ, പൂവുകൾ, പുല്ലുകൾ എല്ലാം ദൈവ സൃഷ്ടിയാണ്. ഇവയെ സംരക്ഷിക്കുവാനായിട്ടുള്ള ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഈ ഒരു ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. വേർതിരിവുകളില്ലാതെ ദൈവം എല്ലാ മനുഷ്യർക്കും വെയിലും മഴയും വായുവും വെളിച്ചവും നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാവരും
ദൈവികമായിട്ടുള്ള ഭാവമുള്ളവരായി, സ്വഭാവമുള്ളവരായി മാറണം. അതുകൊണ്ട് മനുഷ്യര് സ്വാർത്ഥതയും അഹങ്കാരവും വെടിയണം, ഉപേക്ഷിക്കണം. നിത്യമായ ഒരു ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയണം. നിത്യമായ ജീവിതമുണ്ട് എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകണം. ആകുല ചിന്ത ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം. ആകുല ചിന്തകൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സംതൃപ്തമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. കോവിഡ്-19 എന്ന മഹാമാരി ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മരണസംഖ്യയിലെ വർധനവ് നമ്മെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും നാം ലോക്ക്ഡൗണിൽ ആയിരിക്കുന്നു. എന്നാൽ പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെയേറെ ഉണ്ട് താനും. പ്രകൃതി നിഗൂഢമായിരിക്കുന്ന ഉണർവിലൂടെ കടന്നു പോകുന്നു എന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ശാസ്ത്രലോകം ഭീതിയോടെ കണ്ടുകൊണ്ടിരുന്ന ഓസോൺ പാളികളുടെ വിള്ളലുകൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹിമാലയ പർവ്വത നിരകളെ അകലെ നിന്നുകൊണ്ട് പോലും കാണുവാൻ കഴിയുന്ന സ്ഥിതി വന്നിരിക്കുന്നു. മലനിരകളും പുഴകളും ആകാശവും ജീവസുറ്റതായി മാറി. മനുഷ്യൻ ആഡംബരങ്ങൾ കുറച്ചപ്പോൾ, യാത്രകൾ ചുരുക്കിയപ്പോൾ ഭൂമി അതിൻ്റെ തെളിമ വീണ്ടെടുത്തു. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മനുഷ്യര് ശ്രദ്ധിക്കേണ്ടത്. പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ശേഷം അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും ആക്കി. അങ്ങനെ ദൈവം പ്രകൃതിയെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം മനുഷ്യനാണ് നൽകിയിരിക്കുന്നത്. ഏതൊരു കാര്യത്തിലും ദൈവികമായ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നടന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22 മുതൽ 25 വരെ വായിക്കുമ്പോൾ യേശുവിനൊപ്പം പടകിൽ സഞ്ചരിക്കുകയാണ് ശിഷ്യന്മാർ. പെട്ടെന്ന് പ്രകൃതി ശോഭിച്ചു. വലിയ കൊടുങ്കാറ്റ് ഉണ്ടായി. പേടിച്ച ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. ഇവിടെ പ്രകൃതിക്ഷോഭത്തിന്റെ കാരണം യേശു ഒന്നും പറയുന്നില്ല. പ്രകൃതിക്ഷോഭത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് യേശു ഒന്നും പറയാതെ തന്നെ യേശു കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുകയാണ് ചെയ്തത്. കർത്താവ് അതുപോലെ കൊടുങ്കാറ്റിന്റെ കാരണത്തെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. യേശു കർത്താവ് ആ സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ആ സാഹചര്യത്തെ ദൈവ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ടുള്ള ഒരു അവസരമാക്കി, ഒരു സന്ദർഭമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും കോവിഡ്-19 എന്നുള്ള മഹാമാരിയിലും ഈ സാഹചര്യങ്ങൾ ഒക്കെ തന്നെ കഴിയും വിധം അതിൽ ഇടപെട്ടുകൊണ്ട് എങ്ങനെ ദൈവമഹത്വം വെളിപ്പെടുത്താം എന്ന് ചിന്തിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും. സഹോദരങ്ങളെ,
നാം നട്ട ഒരു ചെടിയിൽ തളിരിട്ട ഇലകൾ കാണുമ്പോൾ, പൂക്കൾ വരുമ്പോൾ, കൃഷിയിടങ്ങളിലെ ഫലങ്ങൾ കാണുമ്പോൾ, ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ നാം ഹൃദയത്തിൽ അനുഭവിക്കുന്ന സന്തോഷം എത്രയോ വലുതാണ്. ഇപ്രകാരം സന്തോഷം നിറഞ്ഞ ഉൾക്കണ്ണുകളുമായി ഈ ജീവിതയാത്ര നമുക്ക് തുടരാം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധമായി ദക്ഷിണ കേരള മഹാ ഇടവക ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പോസ്റ്റർ ഡിസൈനിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും വിജയികളായ പ്രിയപ്പെട്ട അനുജയ്ക്കും അനാമികയ്ക്കും അച്ഛൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകതല ബാലജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധമായി ഭവനങ്ങളുടെ മുൻപിൽ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഇടവകതല ബാലജന സഖ്യം സംഘടിപ്പിച്ചു. മാതാപിതാക്കളുടെ സഹായത്തോടുകൂടി തൈകൾ നട്ട പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ലജ്വിൻ, ലജന, റേച്ചൽ, റിയാൽ, ആനി, അലീന ജസ്റ്റിൻ എന്നീ കുട്ടികളെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നട്ട ചെടികളെ പരിപോഷിപ്പിച്ച് വളർത്തുവാൻ ശ്രദ്ധിക്കുക. നേതൃത്വം വഹിച്ച ബാലജന സഖ്യ കൺവീനർ സെക്രട്ടറി ആര്യ രാജ്, ആൻസി ജോസ് എന്നിവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ സ്തോത്രക്കാഴ്ച വേർതിരിക്കുവാനായിട്ടുള്ള സമയമാണ്. മാസവരി, നേർച്ചകൾ, ജന്മദിന സ്തോത്രം, വിവാഹ വാർഷിക സ്തോത്രം ഇവയും വേർതിരിക്കാവുന്നതാണ്. ഇനി ആലയം തുറന്ന് ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്ന വിശുദ്ധ ദിനം അവയെല്ലാം കൊണ്ടുവന്ന് സമർപ്പിക്കണമേ എന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു. ഈ സമയം 542 ഗീതത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ ചേർന്ന് ആലപിക്കാം. ഗീതം 542. ലോകേ ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ. ദൂതർ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേം നഗരിയതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുമേ.
ദൂതർ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആരാധനയിലൂടെ അവിടെ നൽകില്ല നമ്മൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വേർതിരിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകളെയും മറ്റുള്ള നേർച്ചകളെയും അവിടെ അനുഗ്രഹിക്കണമേ. കടന്നു വരുന്ന ഒരാഴ്ചക്കാലം ഓരോരുത്തരെയും കർത്താവിന്റെ കൃപയുടെ കരങ്ങളിൽ വഹിക്കണമേ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. സകലവും ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ആശീർവാദം, സകല ബുദ്ധിയും കവിനാദിവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവിളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.